നമസ്കാരം റവറിച്ചിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ ഒരു ബേസിക് മെയിൻ്റനൻസ് ടിപ്സ്, അതായത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വണ്ടീൻ്റെ എഞ്ചിൻ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്ന പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ, കൂളൻ്റ്, പിന്നെ എഞ്ചിൻ ഓയിൽ ലെവൽ നോക്കുന്നത്, ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ വൈപ്പറിൽ വെള്ളം നിറയ്ക്കുന്നത്, ബ്രേക്ക് ഓയിൽ. ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ വണ്ടി വീട്ടിൽ യൂസ് ചെയ്യുന്ന വണ്ടി നമ്മൾ ലോങ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ കൂളൻ്റ് ലെവൽ വേറെ കളർ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പം കൂളൻ്റൊക്കെ സാധാരണ നമ്മളുടെ പീരിയോഡിക് മെയിൻ്റനൻസ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഈ സർവീസ് സെൻറ്ററിൽ നിന്ന് മാറ്റുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ കൂളൻ്റ് വാങ്ങി അത് വേണ്ട രീതിയിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അതിൽ ഒഴിക്കാൻ. ഇതൊക്കെ ലെവൽ കറക്റ്റാണോ നോക്കുക. നമുക്ക് ഇവിടെ മാർക്കിംഗ് ഉണ്ട്, അതായത് ലോ ഉണ്ട്, ഫുൾ ഉണ്ട് തുടങ്ങിയ മാർക്കിങ്ങുകൾ ഇവിടെ ഉണ്ട്. അത് ഇവിടെ ഈ ലോ, അതായത് മാക്സിമം ലോ ആവാതെ ശ്രമിക്കുക. ഒന്നെങ്കിൽ ഫുള്ളായിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ട് കീപ്പ് ചെയ്യുക. അടുത്ത് നമ്മൾ നോക്കേണ്ടത് എൻജിൻ ഓയിലിൻ്റെ ലെവലാണ്. ഇതിൻ്റെ വിസ്കോസിറ്റി അതായത് നമുക്കിത് അത് എടുത്തിട്ട് നമ്മളിതിങ്ങനെ ടച്ച് ചെയ്യുമ്പം ഓയിൽ കുറച്ച് പഴയ ഓയിലൊക്കെ ആണെങ്കിൽ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും. ഇതിപ്പം അത്ര പഴയതൊന്നുമല്ല. ഓയിൽ നല്ലതാണെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് കളിക്കും. ഇതിപ്പം ഇവിടെ 2 മാർക്കിംഗ് ആണ് വരുന്നത്, 1, 2. അതിപ്പം ഈ ഓയിൽ ലെവൽ കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇത് ആക്ച്വലി ഒരു തുണി കൊണ്ടൊക്കെ തുടച്ചിട്ട് വേണം ഇടാൻ. പിന്നെ നമ്മൾ ബാറ്ററീൻ്റെ നമ്മളിപ്പം ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ കാണാം. ഈ ഇൻഡിക്കേറ്റർ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വെളിച്ചം ഉണ്ടാവും, ഒരു പച്ച ലൈറ്റ്. അത് കറക്റ്റാണോ നോക്കുക. അത് കറക്റ്റ് ആണെങ്കിൽ ബാറ്ററീൻ്റെ പ്രവർത്തനമൊക്കെ കറക്റ്റാണ്. ഇതിലാണ് നമ്മളുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ വരുന്നത്. എയർ ഫിൽറ്റർ സാധാരണ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടാവും, ഈ സൈഡിലൊരു ക്ലിപ്പ് ഉണ്ടാവും. ഇത് മാരുതി റിഡ്സിൻ്റെ മോഡലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതൊന്ന് അഴിച്ച് കാണിക്കാം. ഇതാണ് എയർ ഫിൽറ്റർ. ഇതും എയർ ഫിൽറ്റർ ഒരു പുതിയ കണ്ടീഷനിൽ തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തതാണ്. ഇത് വീട്ടിൽ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ നമ്മളിപ്പം സാധാരണ എല്ലാ വണ്ടികളുടെയും ഒരു 1 ഇയർ കൂടുമ്പോഴാണ് സർവീസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഡസ്റ്റി ഏരിയാസ്, ഒരു നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഈ എയർ ഫിൽറ്റർ ഊരി നമ്മൾ വീട്ടിൽ വാക്യൂം ക്ലീനറോ അല്ലെങ്കിൽ ബ്ലോവറോ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇത് ഫിറ്റ് ചെയ്യാൻ വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ രണ്ട് കൊളുത്തും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഒരുവിധം സെയിം എല്ലാ വണ്ടിയുടെ മെക്കാനിസം കാര്യങ്ങളും ഏകദേശം ഈ ഒരു സെയിം മെക്കാനിസം തന്നെയാണ് വരുന്നത്. അതായത് ഈ ഒരു ഡിസൈൻ്റെ ഷേപ്പിൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം വരൂ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ബ്രേക്ക് ഓയിലാണ്. ബ്രേക്ക് ഓയിലും പുതിയ വണ്ടിക്ക് ബ്രേക്കിൻ്റെ ക്ലച്ച് ഓയിലും ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ക്ലച്ചിനും, അതായത് ലിക്വിഡ് കൺട്രോൾഡ് ക്ലച്ചും പിന്നെ ബ്രേക്ക് ഓയിൽ പോകുന്നത് സെയിം യൂണിറ്റ് തന്നെയാണ്. അപ്പം ഇത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക. ലീക്കും കാര്യങ്ങളുണ്ടോ എന്ന് ലീക്കും കാര്യങ്ങളില്ലാന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പം അതിൻ്റെ ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കുക. ഇത് ഓയിൽ എന്താ പറയുക, നമ്മൾ 4 വീലിലേക്കും സഫീഷ്യൻ്റായ രീതിയിൽ ഓയിൽ കടത്തി വരുന്നതാണ്, ഓയിൽ കൺട്രോളറാണ്. ഇതിന് ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ വണ്ടി ഇപ്പോൾ അധികം ലോങ് യൂസ് ചെയ്യാറില്ല. സോ അത് വലിയൊരു പ്രോബ്ലം അല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ടയർ പ്രഷറിൻ്റെ കാര്യമാണ്. അപ്പം പലർക്കും അറിയില്ല. നമ്മളിപ്പം ഒരു പമ്പിലൊക്കെ കയറി ചെന്ന് ടയർ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും മറുപടിയില്ല. നമ്മളിവിടെ, അതായത് എല്ലാ വണ്ടിയുടെയും ഈ ഒരു ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതായത് വണ്ടിയുടെ റിം സൈസ് എത്രയാണ്. ഇപ്പം ഇവിടെ 165ഉം 185ഉം ആണുള്ളത്. അതിൻ്റെ ടയറിൻ്റെ PS എത്ര വോളിയത്തിലാണ്. ഇതിന് റിഡ്സിന് 185 ടയറിന് 29 വരുന്നത്, 165 ആണെങ്കിൽ 33 ആണ് വരുന്നത്. അത് തന്നെ ഇപ്പം ആളുകളുടെ ലഗേജും കാര്യങ്ങളും അനുസരിച്ച് അതിനൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട്, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പം ഇവിടെ പവർ ഷെയറിങ്ങിൻ്റെ ഒരു സിമ്പിളുണ്ട്. ഇത് എൻജിൻ ഓയിൽ ചെക്കിൻ്റെ ഒരു സിമ്പിളാണ്. ബാറ്ററി, ബ്രേക്ക് ഓയിൽ, നമ്മളുടെ ഹാൻഡ് ബ്രേക്കിൻ്റെത്, പിന്നെ വണ്ടീൻ്റെ ഇമ്മൊബൈലൈസർ. ഈ ഇലക്ട്രിക്കൽ പവർ ഷെയറിങ്ങിൻ്റെ സാധാരണ സിമ്പിളൊന്നും അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമല്ല. പിന്നെ എൻജിൻ ഓയിൽ കുറവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നോർമലി
സാധാരണ കേസിൽ ഈ ഒരു സിമ്പിൾ കത്താറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളിപ്പം എവിടെയെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് ഓയിൽ, അതായത് ആ ഒരു ഫിൽറ്റർ എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാലോ, അതായത് വല്ല കല്ലിനൊക്കെ മുട്ടിപ്പോയി എന്ത് ലീക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ നോക്കുമ്പം ക്ലസ്റ്ററിലെല്ലാം നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കോഷൻസ് ഒന്നും കാണിച്ചില്ലായിരുന്നു. പിന്നെ എപ്പോഴോ എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു, അങ്ങനെ ലീക്ക് ഉണ്ട് എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഓയിൽ ഫിൽറ്ററിന് എന്തോ വന്ന് അടിച്ചിട്ട് അതിൽ കൂടി ലീക്ക് ഉണ്ടായിരുന്നു. അപ്പം പിസ്റ്റണൊക്കെ പിടിച്ചു പോകാതെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഈ ബ്രേക്ക് പൊതുവേ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഈ ബ്രേക്കിൻ്റെ ഈ ഒരു സിമ്പിളാണ്. കാരണം ബ്രേക്ക് പലപ്പോഴും നമ്മൾ പീരിയോഡിക് മെയിൻ്റനൻസ് ചെയ്യാത്തൊരു വണ്ടിയാണെങ്കിൽ നമ്മളോട് വിട്ടു പോകാറുണ്ട്. പിന്നെ ഇത് എൻജിൻ ഇമ്മൊബൈലൈസറിൻ്റെ ആണ്. അത് നമ്മളുടെ ഈ ഒരു കീൻ്റെ അകത്തൊരു ചിപ്പ് ഉണ്ടാവും. ഐക്യാറ്റ്സ് എന്നാണ് മാരുതി പണ്ട് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോഴും കുറച്ചും കൂടി അഡ്വാൻസ് ആണ്. നമ്മളുടെ ഇപ്പം കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരു റിമോട്ട് കൺട്രോളാണ് എല്ലാം വരുന്നത്. ഇപ്പോഴുള്ള വണ്ടിക്ക് കുറച്ചും കൂടി കുറേ സിമ്പിൾസ് എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് നമ്മളുടെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം, പിന്നെ EPS, ESC തുടങ്ങിയ കുറേ സിമ്പിൾസ് വരുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളിപ്പം ഒരു ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു ബേസിക് തിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നും അതുപോലെ തന്നെ ഉപകാരമാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഫ്യൂസ് ബോക്സും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാ വണ്ടിക്കും ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഫ്യൂസ് ബോക്സ് വരുന്നത്. നമ്മളിവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് ക്ലിപ്പും എക്സ്ട്രാ ഫ്യൂസും ഉണ്ടാവും. നമുക്ക് വേണ്ട, അതായത് ഇപ്പം ഇത് 15A HL എന്ന് പറഞ്ഞ ഹെഡ്ലൈറ്റ്, ത്രോട്ടിൽ മോട്ടർ, ABS, ഫ്രണ്ട് ഫോഗ്, EPS, അപ്പം നമ്മളിപ്പം ഒരു റേഡിയേറ്റർ ഫാൻ 1, 2, 3 അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ IG AC-ൻ്റെ ആണ് ഹീറ്റർ ഫാന്. അപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ, അതായത് സർവീസ് ഒന്നും അവൈലബിൾ അല്ലാത്ത സ്ഥലത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്യാൻ എന്താ പറയുക, നമുക്കിതൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം ചിലപ്പോൾ. അപ്പം ആരെങ്കിലും ഒന്ന് കോൾ ചെയ്ത് അസിസ്റ്റ് ചെയ്ത് നമുക്ക് അവർ ഫ്യൂസ് ബോക്സ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. ചെയ്യണമെന്നല്ല, അറിഞ്ഞു വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.